എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെറിയൊരു കഥ പറയട്ടെ. 4 യുവാക്കൾ കൂടെ ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അവരൊരു വിഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരാളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ മനോഹരമായ ടേസ്റ്റ്. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമുക്ക് ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യണ്ട, ഇതങ്ങനെ തന്നെ നമുക്ക് ജഡ്ജസിന് കൊടുക്കാം. എന്നാൽ ബാക്കിയുള്ളത് സമ്മതിച്ചില്ല. അവർ തിളച്ച സോസ് എടുത്തിട്ട്, കാരണം സോസ് ഏറ്റവും അവസാനം അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് ചേർക്കാൻ വേണ്ടി അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ് തിളച്ച സോസ്. ഇവനത് കൈ കൊണ്ട് തടഞ്ഞിട്ട് അത് തട്ടി മാറ്റി. ഇവൻ്റെ കൈ പൊള്ളി. അപ്പോഴത്തേക്കും പിന്നെ പുതിയ സോസ് ഉണ്ടാക്കാൻ സമയമല്ല. ഇവർക്ക് കൊടുത്തിരിക്കുന്ന സമയം കഴിഞ്ഞു മത്സരത്തിന്. അങ്ങനെ ബെല്ലടിച്ചു, സമയം പൂർത്തി. അപ്പോൾ ഇവരെല്ലാം ഉറപ്പിച്ചു, തോറ്റു, നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ജഡ്ജസ് ഒന്ന് നോക്കി, ടേസ്റ്റ് ചെയ്തു. അവർ അതിശയിച്ചു പോയി. കാരണം ഇത്രയും നല്ല ടേസ്റ്റ് സോസ് ഇല്ലാതെ അവർ ഇതുവരെ കൂട്ടിയിട്ടില്ല. അങ്ങനെ ഈ മത്സരത്തിൽ വിജയിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ വളരെ മനോഹരമായ ആൾക്കാരാണ്. നമ്മുടെ ക്യാരക്ടർ മനോഹരമാണ്, നമ്മുടെ വ്യക്തിത്വം മനോഹരമാണ്, നമ്മൾ മനോഹരമാണ്. എന്നാൽ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള സോസ് അനാവശ്യമായി ചേർക്കുമ്പോഴാണ് നമുക്ക് ആകെ അഭംഗി മാറുന്നത്. ഒരു ഉദാഹരണം പറയും. നല്ല എണ്ണക്കറുപ്പുള്ള, മൈപ്പിള്ളി കണ്ണുള്ള, പാൽ പുഞ്ചിരിയുള്ള, ഉരുക്ക് ശരീരമുള്ള ഒരാൾ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരാണ് നോക്കാത്തത്? എന്നാൽ അദ്ദേഹം കുറേ മേക്കപ്പ് വാരിയിട്ടിട്ട് വന്നു കഴിഞ്ഞാലോ അഭംഗിയായി മാറി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ അത് മതി എന്ന് തോന്നണം. എത്ര ഇൻഗ്രീഡിയൻറ്റ് മതി എന്ന് നമുക്ക് തോന്നുന്ന ആ പോയിൻ്റാണ് ഏറ്റവും ഭംഗിയായ നിമിഷം. അതിൻ്റെ കൂടെ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം തകരാറാവുന്നതും നമ്മുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതും എല്ലാം കൊണ്ട് നമ്മൾ വിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയാക്കാൻ എത്ര ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം, അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ